പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ the
എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലെ ജ്ഞാനിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമൊഴികളായ പിന്നിയ മൊഴിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനുസരിതന്നെ പണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തെ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെ ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോട് ജീവിക്കുകയും സ്ത്രീ കരുതിയ മാത്രമാണെങ്കിലും ജീവിതാംഗമായി കരുതി വലിയ അവകാശം എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുകയും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 2:1-11 വരെയുള്ള തിരുവചനങ്ങൾ. പ്രിയമുള്ളവരെ, ഇപ്പോൾ നമ്മൾ വായിച്ചു കേൾക്കാനായിട്ട് പോകുന്ന സുവിശേഷം കാനായിലെ വിവാഹവിരുദ്ധനെ കുറിച്ചുള്ള സുവിശേഷ ഭാഗമാണ്. ഈശോയുടെ ആദ്യത്തെ അത്ഭുതം സംഭവിക്കുന്നത് കാനായിലെ വിവാഹവിരുദ്ധൻ വെച്ചാണ്. ഈ സുവിശേഷ ഭാഗം നമ്മൾ വായിച്ചു കേൾക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. കാനായിലെ ആ കുടുംബത്തിൽ വിവാഹവിരുദ്ധം നടക്കുമ്പോൾ യേശുവും പരിശുദ്ധ കന്യകാമറിയവും ആ കുടുംബത്തിൽ സന്നിഹിതരായിരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് അജോമോനും അതുപോലെ തന്നെ ജിയയും വിവാഹം എന്ന ഉദാശയിലൂടെ ഒരു പുതിയ കുടുംബ ജീവിതം ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലും എന്നും ഈശോയുടെ സാന്നിധ്യവും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും ഉണ്ടാകാനായിട്ട് ഇടയാകണം. അപ്പോൾ മാത്രമാണ് നമ്മുടെ കുടുംബ ജീവിതം ഒരു നല്ല മാതൃകാപരമായിട്ടുള്ള
രണ്ടാമതായിട്ട് ഈ കാനായ വിവാഹവിരുന്നിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ആ കുടുംബത്തിന് വീഞ്ഞ് തീർന്നു പോകുന്നുണ്ട്. പരിശുദ്ധമ്മയാണ് അത് ആദ്യം മനസ്സിലാക്കുന്നത്. അവിടെ വീഞ്ഞ് തീർന്നു പോയി എന്നുള്ള കാര്യം പരിശുദ്ധമ്മ അത് ഈശോയുടെ പകൽ പോയിട്ട് ഈശോയോട് പറയുകയും പരിചാരകരോട് പരിശുദ്ധമ്മ പറയുന്നുണ്ട്, നിങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്യുമെന്ന്. അങ്ങനെ പരിശുദ്ധമ്മയുടെ ഉപദേശം കേട്ട് പരിചാരകര് ഈശോയുടെ പറഞ്ഞത് കേട്ട് ചെയ്ത് പ്രവർത്തിച്ചപ്പോൾ ആ കുടുംബത്തിന് വലിയൊരു അത്ഭുതം സംഭവിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ തീർന്നു പോയ വീഞ്ഞ് അത് അവിടെ സമൃദ്ധമായിട്ടുണ്ടാവുകയും ആ ഒരു കുറവ് വലിയൊരു നിറവായിട്ട് അവിടെ മാറുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമുക്കറിയാം കുടുംബജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും സന്തോഷത്തിന്റെ അല്ലെങ്കിൽ ആഹ്ലാദത്തിന്റെ നിമിഷങ്ങൾ മാത്രമല്ല, വേദനയുടെ ദുഃഖത്തിന്റെ നിമിഷമൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ചും കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെയുള്ള മാതാപിതാക്കളോട് ദമ്പതികളോടൊക്കെ ചോദിച്ചറിയാം, ഒത്തിരിയേറെ വേദനകളിലൂടെ വിഷമങ്ങളിലൂടെയൊക്കെ കുടുംബജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. നമ്മുടെ ജീവിതത്തിൽ കുറവുകളൊക്കെ സംഭവിക്കാം. അപ്പോ പരിശുദ്ധമ്മ നമ്മുടെ കുടുംബത്തില് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം ഉണ്ടെങ്കിൽ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ പരിശുദ്ധമ്മ നമ്മുടെ ജീവിതത്തിലെ ആ കുറവ് മനസ്സിലാക്കുകയും നമുക്ക് വേണ്ടി ഈശോയുടെ മുമ്പിൽ മാധ്യസ്ഥം അപേക്ഷിക്കുകയും ആ കുറവിനെ ഒരു വലിയ നിറവാക്കി പരിശുദ്ധമ്മ മാറ്റുകയും ചെയ്യും. നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഈശോ തീർച്ചയായിട്ടും അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പരിശുദ്ധമ്മയുടെ വാക്ക്, പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം ഒരിക്കലും ഈശോയ്ക്ക് നിഷേധിക്കാനോ തള്ളിക്കളയാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് വേണ്ടി പരിശുദ്ധമ്മ മാധ്യസ്ഥം അപേക്ഷിക്കുമെങ്കിൽ ഈശോ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചൊരിയും എന്നുള്ളത് തീർച്ചയായും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രത്യേകിച്ചും അജോ അതുപോലെ തന്നെ ചെയ്യാം, നിങ്ങളുടെ മുതൽ ആരംഭിക്കുന്ന കുടുംബ ജീവിതത്തിൽ ഈശോയുടെ ആ സാന്നിധ്യവും പരിശുദ്ധമ്മയുടെ സാന്നിധ്യവും എന്നും അനുഭവിക്കാനായിട്ട് നിങ്ങൾക്കിടയാകട്ടെ. ആ കാനായ വിവാഹവിരുന്നില് പരിചാരകര് ഈശോയുടെയും അതുപോലെ തന്നെ പരിശുദ്ധമ്മയുടെയും വാക്ക് കേട്ട് പ്രവർത്തിച്ചതുപോലെ നമ്മുടെയും അനുദിന കുടുംബ ജീവിതത്തിൽ ഈശോയുടെ സ്വരം ശ്രമിച്ച് ഈശോയുടെ വചനം ശ്രമിച്ച് ആ വചനം ജീവിതത്തിൽ അനുസരിച്ച് പ്രാവർത്തികമാക്കി മുൻപോട്ട് ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഈശോയുടെ അത്ഭുതങ്ങൾക്ക്, ഈശോയുടെ അനുഗ്രഹങ്ങൾക്ക് സാക്ഷികളാകാനായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു. നമുക്ക് ദൈവവചന ഭാഗം വായിച്ചു കേൾക്കാം. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുകയും. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം 10ഓളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. Gracias.
നിന്റെ സഹായത്താൽ ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനയായി ജീവിക്കുവാൻ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരെ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ ആദിയിൽ പുരുഷന് ജീവിത സംഖ്യയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്തപരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാകുവാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. തുടർന്ന് വിവാഹ ഉടമ്പടിയാണ്. വിശുദ്ധായ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജിയയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ജിയ, വിശുദ്ധായ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി അജോമോനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. സാക്ഷികൾ, നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. വധുവരന്മാര്, നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലത്തുകരം ചേർത്ത് പിടിക്കുക. അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി അങ്ങയെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ മടവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. കാരുണ്യവാനായ ദൈവമേ, ഈ ജപമാലകളെ ആശീർവദിക്കണമേ. ഇതുപയോഗിക്കുന്ന വ്യക്തികളെ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം കൊണ്ട് നിറയ്ക്കണമേ. പ്രത്യേകിച്ചും പരിശുദ്ധമ്മയെ പോലെ ഈശോയുടെ വചനത്തിന് പൂർണ്ണമായും കീഴ്വഴങ്ങി ജീവിക്കുവാൻ ഈ ജപമാല ഇവരെ ശക്തരാക്കട്ടെ. ഈശോയുടെ ജീവിത രഹസ്യങ്ങളെ കുറിച്ച് ധ്യാനിച്ച് ഈശോയെ ജീവിത മാതൃകയാക്കി വളർന്നു വരുവാൻ ഈ ജപമാല എന്നും ഇവർക്ക് കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ
ഭാഗ്യമേകാൻ. പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും. പ്രാർത്ഥന പ്രതിജ്ഞ രണ്ടുപേരും ഏറ്റുചൊല്ലുക. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരനെ ഞങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുകയും. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ അസ്വസ്ഥതയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു.
ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യത്തിന് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ നാളുകളിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. If I could be honest, here in this moment, I've been so nervous to stand here with you. They're all here for us, and I feel their aura, but just for a moment pretend it's just you. Yes, they can hear us, but they don't understand. I have said all of my vows behind the curtain. I know they see us, but they don't stand a chance. I have kissed those lips 1,000 times before.